Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes. How are you all? Fine, ma'am. Fine, ma'am. എങ്ങനെ ഉണ്ടായിരുന്നു മാം സെറിമണി ഒക്കെ? കണ്ടോ നിങ്ങള്? ഫോട്ടോസും വീഡിയോസും ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടു അല്ലേ? സൂപ്പർ ആയിരുന്നു. നമ്മള് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഗ്രാൻഡ് ആയിരുന്നു പരിപാടികളൊക്കെ. എന്തോ ഡാൻസ് അടിപൊളിയായിരുന്നു ടീച്ചേഴ്സിന്റെ. സൂപ്പർ ആയിരുന്നു അല്ലേ? താങ്ക് യു. നമുക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, ക്ലാസ്സുകളല്ലേ എപ്പോഴും ക്ലാസ്. പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെയാ ഒരു വീക്ക് കൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ച് കിട്ടിയിട്ടാണ്. വൈകുന്നേരം നമ്മൾ നിൽക്കാനായിട്ട് എല്ലാവർക്കും പറ്റില്ല. ഞങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ 3:30 നമ്മൾ പോകും. അപ്പൊ എല്ലാവർക്കും കുറച്ച് പിള്ളേർക്ക് ടീച്ചേഴ്സിന് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടാനുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോരുത്തരും എൻഗേജ് ആണ് പലതിലും. 3:30 കഴിഞ്ഞ അപ്പൊ ആരും വെയിറ്റ് ചെയ്യില്ല. അപ്പൊ ക്ലാസ്സിന്റെ കഴിഞ്ഞിട്ട് ഒരു 12:30 അല്ലെങ്കിൽ ഒരു 1 o'clock ഞങ്ങളുടെ ലിഷർ ടൈമിൽ അത് 10 മിനിറ്റ് എടുത്ത് ഞങ്ങള് വെറുതെ തട്ടിക്കൂട്ടി. പക്ഷെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നത്. ആയിരുന്നു അല്ലേ? നിങ്ങളും ഇതുപോലെയൊക്കെ വരണം അല്ലേ? വരണ്ടേ? തീർച്ചയായിട്ടും വരണം. വെയിറ്റിംഗ് ആണ്. യെസ് നിങ്ങൾ വരണം. കാരണം എല്ലാവരെയൊക്കെ കാണുമ്പോ നമ്മളിപ്പോ നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരുപാട് നാളുകളായിട്ട് നമ്മള് എന്തോ വലിയ ബന്ധമുള്ള ആളുകള് കുറെ നാളെത്തി കാണുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് ഇല്ലേ? അങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഒരാളെ കാണുന്ന ഒരു ഫീലിംഗ് അല്ല. അതായത് കുറെ നാളുകളായിട്ട് നമുക്ക് എന്തോ ഒരു വലിയ പരിചയവും ഉണ്ട്. ക്ലാസ്സുകളിൽ ഇങ്ങനെ സൗണ്ട് മാത്രമേ നിങ്ങളുടെ കേൾക്കണുള്ളൂ. പക്ഷെ എങ്കിലും കണ്ടു കഴിഞ്ഞപ്പോ എത്രയോ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ എല്ലാവരെയും നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. പക്ഷെ കുറച്ചു കാലഘട്ടം മുമ്പൊക്കെ കുറെ നാളുകളെത്തി പുറത്തൊക്കെ പോകുന്നവര് ഒക്കെ പരസ്പരം കൊണ്ട് കാണുന്നത് എത്ര നാളെത്തിയിട്ടാണ് അല്ലെ? ഇപ്പൊ എപ്പോഴും കാണാൻ പറ്റും, അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് കുട്ടികളെ, സ്റ്റുഡൻസിനെ നേരിട്ട് കണ്ടപ്പോ. എല്ലാവരും ഒക്കെ ദൂരെ നിന്നൊക്കെ ആണെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ വന്നു എല്ലാവരും. അതൊക്കെ ഒരു രസം അല്ലെ? നമ്മള് ഇതുപോലെയുള്ള ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും നമ്മളുടെ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫെയ്ത്ത് അല്ലെ? കുറച്ച് ആളുകൾക്കൊക്കെ ചില പേടികളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. തീർച്ചയാണ്. കാരണം എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അറിയാത്തൊരു നാട്ടില് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുണ്ട്, അവിടെ ഓൺലൈൻ ക്ലാസ്സസ് ഇത്രയും വലിയ അമൗണ്ടിലുള്ള കോഴ്സ് ഒക്കെ എന്തുകൊണ്ട് ഇത്രയും ചെറിയ ഇതിന് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉള്ളത് കൊണ്ട് പലരും അത് ചിലപ്പോ വേണമെങ്കിൽ ചീറ്റിംഗ് ആയിരിക്കാം, ഫേക്ക് ആവാം, അങ്ങനെയൊക്കെ ഒത്തിരി ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനെയൊക്കെ ആ ഒരു ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിയപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടുണ്ടാകും അല്ലെ? തീർച്ചയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവച്ചു, പിന്നെ ആളുകൾ പല രീതിയിൽ നന്നായി അന്വേഷിച്ചോ അതാണ് ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് എന്തെങ്കിലും ഒരു ഇച്ചിരി പേടിയൊക്കെ തോന്നിയാലും മറ്റുള്ളവർ കൂടി പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പാനിക് ആവും. അപ്പൊ നമുക്ക് പേടിയാകും അല്ലെ? അപ്പൊ അത് എന്തെങ്കിലും പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ കുറെയൊക്കെ മാറ്റാനായിട്ടും ഒക്കെ വേണ്ടിയിട്ട് കൂടിയൊക്കെയാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും കുറെ കുട്ടികളൊക്കെ വന്ന് അത് ജോയിൻ ചെയ്ത് അങ്ങനെ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചത്.
കാരണം ഇപ്പൊ കുട്ടികളോട് തന്നെ ചോദിക്കുമ്പോഴാണ് കേട്ടോ അവര് പറയാ ഇത്രയും ദൂരെയല്ലേ നമ്മളെങ്ങനെ വരും അല്ലെ. അപ്പൊ തലേ ദിവസം വന്നവരുണ്ട്, ഇഷ്ടംപോലെ റിസ്ക് എടുത്ത് തലേ ദിവസം വന്നു ഇവിടെയൊക്കെ റൂം എടുത്ത് അങ്ങനെയുള്ള സൗകര്യങ്ങളിൽ എന്താ പറയാ ഇവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗിൽ പറയുന്ന ടൈമിൽ അവരത് അതിന് പ്രസന്റ് ആയി. അതുപോലെ തന്നെ വെളുപ്പാങ്കാലത്ത് പുറപ്പെട്ടവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒത്തിരി അവരൊക്കെ അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ എന്ത് കാര്യത്തിനും കുറച്ചൊക്കെ റിസ്ക് എടുക്കണം അല്ലെ. റിസ്ക് എടുക്കുന്നതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കാലെടുത്ത് മുന്നോട്ട് വെച്ചാലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്തിരിഞ്ഞു പോകുന്നതിൽ വിജയമില്ല, ഉണ്ടാവോ? മുന്നോട്ട് പോയാലും വിജയവും തോൽവിയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ എന്ത് കാര്യമാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. തോറ്റോട്ടെ അല്ലെ, ജയിച്ചോട്ടെ, ഏതുമാകാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോ അതിന്റെ രണ്ടും കൂടിയല്ലേ നിങ്ങൾക്ക് കിട്ടുക. ചിലപ്പോ അത് ആ സമയത്ത് രണ്ടും കൂടി ആയിരിക്കും തരിക നിഷ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവുമ്പോ നമ്മൾ ഒന്നിനും എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ എന്താ പറയാ ഒരു കാര്യം ചെയ്യാനായിട്ടൊരു സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് വിൻ ചെയ്യുമോ അല്ലെങ്കിൽ ഫെയിൽ ആകുമോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഫെയിലിയറും നല്ലത് തന്നെയാണ്, എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. എപ്പോഴെങ്കിലൊക്കെ തോക്കുക വേണ്ട മനുഷ്യന്മാര് അല്ലെ. ജീവിതത്തിലായിക്കോട്ടെ, നമ്മളുടെ ഏതെങ്കിലും കരിയറിലായിക്കോട്ടെ, എവിടെയെങ്കിലൊക്കെ തോൽക്കുക വേണം. എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. എപ്പോഴും ജയം മാത്രം ഉണ്ടായ ഇറ്റ്സ് നോട്ട് എ ലൈഫ്. അതെനിക്ക് തോന്നാറില്ല. നല്ല ഒരു ജീവിതം എന്ന് പറയുന്നത് അതിന്റെ ബിറ്റർനെസ് അല്ലെ, ഹാർഡ്നെസ്, ട്രബിൾസം എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അതിലാണ് ജീവിതം. ചില ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഒരു ജീവിതമല്ല. എപ്പോഴും സന്തോഷം മാത്രമായിരിക്കുന്നത് ഒരു ജീവിതമല്ല. അപ്പൊ അവരുടെ ലൈഫിൽ എന്ത് ദുഃഖം എന്താന്ന് അറിഞ്ഞിട്ടില്ല അല്ലെ. തീർച്ചയായിട്ടും അതും അറിയണം നമ്മള്. അതുപോലെ അപ്പൊ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ എങ്ങനെയായാലും എനിക്കത് പോയി ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം നമ്മൾ എന്താ പറയാ അതൊരു പ്രാക്ടിക്കലായിട്ട് വരുന്നത് വരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സഫർ ചെയ്യേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കുന്ന രീതിയിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഇപ്പൊ ഇനി മറ്റൊരാളുകളുടെ ജീവിതത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ കുറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു ചെയ്തു. പക്ഷെ എങ്കിലും നമുക്ക് അയ്യോ എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം അല്ലെ. അങ്ങനെ നമ്മൾ വഴിമാറി കൊടുക്കാനോ അല്ലെങ്കിൽ മൂലം കുത്തിരിക്കാനോ നമ്മൾ തയ്യാറല്ല. അങ്ങനെ ആവരുത് ഒരിക്കലും. എനിക്ക് പറ്റുന്ന ജോലി, എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പാഷനാണ്. അത് എന്ത് സാധനമായാലും എന്തും പഠിപ്പിക്കാൻ നമുക്കത് മനസ്സിലാക്കിയെടുത്താൽ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. എനിക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതെനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതാണ് എന്റെ ഒരു എന്താ പറയാ സ്വന്തമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്റെ കാര്യം പറയുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ടീച്ചർ അല്ല. ഞാൻ ഏത് കാലഘട്ടം തുടങ്ങിയതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ വണ്ടടിച്ചു പോകും. ഞാൻ നമ്മളുടെ അന്നൊക്കെ +2 അല്ല, പ്രീ ഡിഗ്രി ആണ്. പ്രീ ഡിഗ്രി തുടങ്ങി ഞാൻ ഈ ഒരു കാര്യം ടീച്ചിങ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങൾ. എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ നമ്മള് അങ്ങനെ മാറുന്നില്ല. അന്ന് തുടങ്ങിയതാ. ചെറുതാണെങ്കിലും ചെറിയ രീതിയിൽ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള കുട്ടികളുമായിട്ടൊക്കെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ ഇപ്പൊ നമ്മളുടെ മുമ്പിൽ എന്ത് വന്നാലും അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം ഇന്നത് പഠിപ്പിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുത്താൽ എനിക്ക് പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെ ഞാനത് ഫോർവേഡ് ചെയ്യും. അത്ര അപ്പൊ ടീച്ചിങ് ഫീൽഡ് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റേ കാര്യങ്ങൾ എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല, ആളുകളൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചോദിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ആ ചോദ്യത്തിന് ആൻസർ ഞാൻ എവിടെ പോയി തപ്പും? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ജോബിന് ശ്രമിച്ചില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, എങ്ങനെ ചെയ്തില്ല? ഒരുപാട് പേരുകളൊക്കെ നമ്മളോട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചോദിച്ചതുകൊണ്ട് അതിന് ആൻസർ ആയിട്ട് തരും. ഞാൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്റെ ഒരു ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇതായിരുന്നു.
അപ്പൊ തീർച്ചയായിട്ടും അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിപ്പിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രമല്ല ഒരുപാട് എന്താ പറയാ പല ഏജ് റേഞ്ചിലുള്ള ആളുകളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ്. ചെറിയ കുട്ടികളെയും അല്ലെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ വലിയ കുട്ടികൾക്കായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതനുസരിച്ച് എന്താ ചെയ്യാ, എന്റെ നോളജ് വർദ്ധിക്കും അല്ലെ, കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആവും ഞാൻ ആ മേഖലയില് അല്ലെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാം, എല്ലാവരുടെയും പ്രായത്തിന് തുല്യമായിട്ട് നിൽക്കാം ഏത് കാലത്തും. അതും മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും വരണം. PG കഴിയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ എന്താ പറയാ അവരെക്കാൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടും കുറച്ചുകൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം നിങ്ങളെ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ അത് സന്തോഷമുണ്ട് അവരൊക്കെ വന്നതിലും. അതിനകത്ത് ഉണ്ടായിരുന്നവരൊക്കെ നമ്മളുടെ ഇപ്പൊ PG ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വന്നവരിൽ ആരെങ്കിലും നമ്മളുടെ ഇവിടെ വന്നവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇപ്പൊ ഇല്ല. PG ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 5th ആളുകള്, 5th ബാച്ചിലെ ആളുകൾക്കായിരുന്നു ഇന്ന് എന്താ പറയാ അന്ന് എന്താ പറയാ സെറിമണി ഉണ്ടായിരുന്നത്, ഗ്രാജുവേഷൻ. ഓക്കെ, അപ്പൊ കൊറേ ക്ലാസ് മിസ്സായി മാം. അപ്പൊ അതെന്താ ചെയ്യാ? എന്താടാ? എക്സാമിന്റെ ടൈം ആയതുകൊണ്ടേ കൊറേ ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. ഇനിയും എനിക്ക് പബ്ലിക് എക്സാമിന്റെ സമയത്ത് മിസ്സാവും. അപ്പൊ എന്താ ചെയ്യാ മാം? 7th ബാച്ചുകാരാണോ? അതെ അതെ. അപ്പൊ ഇല്ലടാ, ഈ ഒന്ന് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ റെക്കോർഡഡ് ക്ലാസ് ഇപ്പൊ ഈ മെയിൻ എക്സാം കൂടി കഴിയുമ്പോ കിട്ടുന്ന സമയത്ത് ഈ റെക്കോർഡഡ് ക്ലാസ് കാണുക. എന്നിട്ട് അതില് ഇപ്പൊ ലൈവായിട്ട് കയറുന്ന ആളാണല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ വേണമെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ വേണമെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോ എല്ലാവരും കൂടെ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ മിസ്സായകൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പൊ ഏത് ടോപ്പിക്കാണ്, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്, ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രം പിടിച്ചിരുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റോ 15 മിനിറ്റോ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഏത് ടീച്ചേഴ്സിന്റെ ആണോ അതനുസരിച്ച് ഓരോ ദിവസവും നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യം ഒന്ന് പറഞ്ഞുതരാൻ പറ്റും. അതല്ലാതെ നമുക്ക് വേറെ മാർഗം ഉണ്ടാവില്ലല്ലോ അല്ലെ. ലാസ്റ്റ് 15 മിനിറ്റ്, അതായത് 12:30 ശേഷമായിരിക്കും പറ്റുള്ളൂ. കാരണം അറിയാലോ നമുക്കിപ്പോ എന്റെ ഈ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ക്ലാസ് അടുത്ത ഏതെങ്കിലും ബാച്ചിലുണ്ടായിരിക്കും. അപ്പൊ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് അവിടെ കയറേണ്ടി വരുമല്ലോ. അങ്ങനെ അല്ല അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. 2 ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ക്ലാസ്സിലാണ്, എന്റെ കഴിഞ്ഞിട്ട് മേമിച്ചിന്റെ ക്ലാസ്സാണ്. അപ്പൊ എന്റെ ക്ലാസ്സിലാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗമുള്ളത് എങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ടീച്ചറിനോട് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ അറിയിക്കുക. അപ്പൊ ടീച്ചറോട് പറഞ്ഞാൽ മതി ഇപ്പൊ ആരാണ് കയറുന്നത്, അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ 3 മുമ്പ് ടീച്ചറിന്റെ ഇന്ന കോഴ്സ് ഞാൻ പഠിച്ചു, അപ്പൊ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, അപ്പൊ അതൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 12:30 ശേഷമുള്ള ആ സമയത്ത് നമ്മൾ വന്നിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ദെൻ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങളത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അതിലേക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു പോസിറ്റീവ് ഒരു ഇമ്പാക്ട് തരാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പാനൽ സെറ്റ് ചെയ്തു. പാനൽ സെറ്റ് ചെയ്തിട്ട് അവരുടെ കൺഫർമേഷൻ, അതായത് ആദ്യം അവരോട് കാര്യങ്ങൾ ടെലികോൾ, അതായത് ഫോണിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലോ പാനലിലേക്ക് വേണ്ട മെമ്പേഴ്സിനെ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം 2 or 3 days ബിഫോർ ഒരു കൺഫർമേഷൻ അവരിൽ നിന്ന് വീണ്ടും വാങ്ങിക്കണം ബിഫോർ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് 1-2 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഒന്നുകൂടി റീകൺഫർമേഷൻ വാങ്ങിക്കണം. അതിനുവേണ്ടി ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്ത് HR മാനേജറോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറോ ആരെങ്കിലും ഇത് തയ്യാറാക്കി അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ എന്താ പറയുക ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ നമ്പർ, ഡേറ്റ്, പിന്നെ ആരാണ് തയ്യാറാക്കിയത്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഏതൊക്കെ മെമ്പേഴ്സിനെയാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ പാനലിലേക്ക് എടുക്കുന്നത്, അപ്പൊ അവരുടെ പേരുകളും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ അവര് അത് ഏത് ഡേയില് ഇവർ തമ്മിൽ നടത്തിയ ടെലിഫോൺ കോൾ വഴിയാണ് ഈ ഒരു കൺഫർമേഷൻ എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി അതിന്റെ കണ്ടന്റ് ഇവരെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന ദിവസം നമുക്ക് എന്താ പറയാ ഇന്റർവ്യൂ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 20th April 2022 വേരിയസ് പോസ്റ്റിലേക്ക്
വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. സോ ഇത് നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള അല്ലെ, ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങളെ അത് റിമൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ നോട്ടീസിലൂടെ അല്ലെങ്കിൽ ഈ ലെക്ചറിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഹോപ്പ് ദേ ഹാവ് ടു ബി പ്രസന്റ് അറ്റ് ടൈം അല്ലെ, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്തിന്, അതായത് 10 മണിയാണ് പറഞ്ഞിരിക്കുന്നത്, ആ സമയത്തിന് എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെ ഉൾപ്പെടുത്തിയതിനു ശേഷം അവര് അത് മറ്റുള്ളവരിൽ നിന്ന് ഈ പാനലിലുള്ളവർ ആരൊക്കെയാണോ അവരിൽ നിന്നൊക്കെ സമ്മതം മേടിച്ചു, ആ സമ്മതിച്ചു എന്നുള്ള ഒരു സിഗ്നേച്ചറിലൂടെയാണ് കൺഫേം ലെക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെക്കും. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. സോ ആഫ്റ്റർ മേക്കിംഗ് സ്റ്റെപ്സ് ഫോർ ഇന്റർവ്യൂ പാനലിന് ചെയ്യേണ്ട കാര്യങ്ങളുടെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ നടത്തിയതിനു ശേഷം then what next, അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, അടുത്തത് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ ഇന്റർവ്യൂ പാനൽ റെഡിയാണ് അല്ലെങ്കിൽ ഇന്ന ദിവസം അവർ വരാൻ തയ്യാറാണ് എന്നൊക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇൻഫോം ദിസ് ഓർ ഇന്റിമേറ്റ് ദിസ് ടു ദ ജോബ് ആസ്പിറന്റ്സ് ഓർ ദ കാൻഡിഡേറ്റ്സ്. അതായത് ഈ പറയുന്ന ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആരെ അറിയിക്കണം? ഇന്റർവ്യൂ ചെയ്യപ്പെടേണ്ട ആളുകളുണ്ട് അല്ലെ, അതായത് കാൻഡിഡേറ്റ്സ്, അവരെ അറിയിക്കണം. സോ ആ ഇന്റർവ്യൂ ഇന്ന ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവരെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് കോൾ ലെറ്റർ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൾ ലെറ്ററിനെ കുറിച്ചിട്ടാണ്. When the interview panel has been intimated about the proposed ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ച് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ ആക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഓർ ദ ജോബ് ആസ്പിറന്റ്സ് ഹാവ് ടു ബി ഇന്റിമേറ്റഡ് അബൌട്ട് ദ കമൻസ്മെന്റ് ഓഫ് ഇന്റർവ്യൂ പ്രോസസ്. ഇന്റർവ്യൂവിന്റെ പ്രക്രിയകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കും, ഇന്ന ഡേറ്റിലാണ്, ഇന്ന സമയമാണ് എന്നുള്ള കാര്യങ്ങൾ ആരെ അറിയിക്കണം? കാൻഡിഡേറ്റ്സിനെ അറിയിക്കണം. അപ്പൊ കോൾ ലെറ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ തീർച്ചയായിട്ടും ഉണ്ടാവണം അല്ലെ, എപ്പോഴാണ്, ഏത് ദിവസമാണ്, പിന്നെ ടൈം ഓഫ് ഇന്റർവ്യൂ ആൻഡ് ഓൾസോ ദ വെന്യൂ ഓഫ് ഇന്റർവ്യൂ, ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം ഏതാണ്, ഡേറ്റ് ഏതാണ്, പ്ലേസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ആ കോൾ ലെറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, യൂഷ്വലി വെൻ ദേ മേക്ക് ഓർ ഫോർമാറ്റ് ദ കോൾ ലെറ്റർ സാധാരണ ഫോർമാറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഫയൽ നമ്പർ, ഡേറ്റ്, സബ്ജക്ട്, റെഫറൻസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. കൃത്യമായിട്ട് ഫയലിന്, അതായത് ഇവർ ഏത് ഫയലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇന്നൊരു ഇന്റർവ്യൂസ് നടത്താൻ പോകുന്നത്, അപ്പൊ ആ ഫയലിന് ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, അതിന്റെ സബ്ജക്ട് എന്തിനു വേണ്ടിയിട്ട്, ഏതിലേക്കുള്ള സെലക്ഷൻസ് ആണ്, ഇന്റർവ്യൂസ് ആണ്, അതിന്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ സാലുട്ടേഷൻസ്. അതായത് നമ്മളിപ്പോ കോൾ ലെറ്റർ അയക്കുമ്പോ എങ്ങനെ നമ്മളിപ്പോ സാധാരണ ഡിയർ സർ, ഡിയർ മാഡം അല്ലെ, റെസ്പെക്ടഡ് സർ എന്നൊക്കെ പറഞ്ഞു ചെയ്തൂലേ, അതുപോലെ ഇവിടെയും സാലുട്ടേഷൻസ് വേണ്ടി വരും. എന്താണ് ഇവിടെ സാലുട്ടേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട്? ഡിയർ കാൻഡിഡേറ്റ് ആൻഡ് ബട്ട് നോട്ട് ദെയർ നെയിം. തീർച്ചയായിട്ടും ഡിയർ ജോസ് അല്ലെങ്കിൽ ഡിയർ ജോസഫ് അല്ലെങ്കിൽ ഡിയർ ടോം അങ്ങനെയൊന്നും നമ്മൾ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ കാൻഡിഡേറ്റ് ദോസ് ഹു ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ ദ ഇന്റർവ്യൂ. തീർച്ചയായിട്ടും അവർ തമ്മിൽ ഒരു ബന്ധം വന്നിട്ടില്ല. ആ ഇന്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷനും ആ അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റും തമ്മിൽ ഒരു ബന്ധം ഇല്ലാത്ത സ്ഥിതിക്ക് ആളെ എങ്ങനെ അഭിസംബോധന ചെയ്താൽ മതി? ഡിയർ കാൻഡിഡേറ്റ് എന്ന് അഭിസംബോധന ചെയ്താൽ മതി, ആളുടെ പേര് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് അവരവിടെ എടുത്തു പറയുന്ന കാര്യം. അപ്പൊ എന്താ സാലുട്ടേഷൻസിൽ ഉൾപ്പെടുത്തേണ്ടത്? ഡിയർ കാൻഡിഡേറ്റ്, നോട്ട് ദ നെയിം. അവരുടെ പേരല്ല എന്ന് മനസ്സിലായോ? എന്താ കാരണം അങ്ങനെ പേര് വരുത്തണ്ടെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? സിൻസ് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കാൻഡിഡേറ്റ്. That means since they have not started yet the relationship between the candidate, ഈ പറയുന്ന കാൻഡിഡേറ്റുമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ യാതൊരു രീതിയിലുള്ള ബന്ധവും അവിടെ ആരംഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഡിയർ കാൻഡിഡേറ്റ് എന്ന് അഭിസംബോധന ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മാത്രമല്ല ജോബ് ആസ്പിറന്റ്സ് ഹാവ് ടു മേക്ക് their confirmation about their attendance for the interview. ഈ ഇന്റർവ്യൂയിലേക്ക് നിങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്ത് വാങ്ങിക്കണം അവരുടെ. എന്ന് വെച്ചാൽ നിങ്ങൾ കോളേജസ് അയക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിരിക്കുക, യു ഹാവ് ടു ഇൻഫോം ത്രൂ ഇമെയിൽ ഓർ ബൈ എനി അതർ മീഡിയ. ഏത് രീതിയിലാണോ നിങ്ങളിത് നമ്മളെ അറിയിക്കണം, വെദർ യു വിൽ അറ്റൻഡ് ഫോർ ദ ഇന്റർവ്യൂ ഓർ നോട്ട്. നീ ഈ ഇന്റർവ്യൂവിന് വരുമോ ഇല്ലേ എന്നുള്ള കാര്യം എളുപ്പത്തിൽ നമ്മളെ അറിയിക്കണം. എന്തിനായിരിക്കും അങ്ങനെ?
so that the organization can assess the percentage of attendance. അതായത് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എത്ര പേര് വരും, അല്ലെ 100% എല്ലാവരും വരും, കോൾ ലെറ്റേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവരും വരുമോ എന്നുള്ളത് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ പകുതി ആൾക്കാരെ വരുള്ളൂ. കാരണം ചില ആളുകളൊക്കെ ഇങ്ങനെ അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ആ ഒരു ബിറ്റ്വീനിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അങ്ങനെ ചിലപ്പോൾ വരാൻ അസൗകര്യം ഉണ്ടായിരിക്കും. മറ്റു ഒത്തിരി പേഴ്സണൽ ആയിട്ടുള്ളതും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒത്തിരി റീസൺസ് ഈ കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ ഇന്റർവ്യൂസിന് പങ്കെടുക്കാൻ പറ്റാത്തത് ഉണ്ടായിരിക്കും, അല്ലെ? മേ ബി ഇല്ലേ, നമ്മൾ തന്നെ ഒന്നും ആലോചിക്കും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ബാച്ചിൽ ഒത്തിരി കുട്ടികളുള്ള ബാച്ചാണ്. പക്ഷെ 150 സംതിങ് കുട്ടികളാണ് ഈ ഒരു കോൺവെക്കേഷൻ സെറമണിക്ക് ഇവിടെ വന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പേഴ്സണലി വന്നത് അത്രയും പേരാണ്. ദാറ്റ് മീൻസ് മറ്റുള്ളവർക്ക് വരാൻ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഇത്തരം ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യും, അല്ലെ? അപ്പൊ അത്തരം അറിയാം. ഇപ്പൊ 100 ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റും 200 ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് വ്യത്യസ്തമാണ്, അല്ലെ? അപ്പൊ എത്ര ആളുകൾ പ്രസന്റ് ആകും, എത്ര പെർസെന്റേജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരും എന്ന് കൺഫേം ചെയ്താൽ they can assess the percentage of attendance, എത്ര പെർസെന്റേജ് ആളുകൾ വരും. അപ്പൊ അതനുസരിച്ചുള്ള എന്താ പറയാ സ്കെഡ്യൂളിങ്, അതുപോലെ എന്താ പറയാ അറേഞ്ച്മെന്റ് ഓർഗനൈസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, ഓർഗനൈസേഷൻസിന് പറ്റും എന്നുള്ളതാണ്. ആൻഡ് സം കമ്പനീസ്, ഇനി ചില കമ്പനീസ് എന്താണെന്ന് അറിയാമോ, reimburses the expenses which are incurred for them for attending the interview. ചില കമ്പനികൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്താ പറയാ നിങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂസിന് വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസ്, എന്തെങ്കിലും ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് റീഇംബേഴ്സ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര രൂപ വരുന്നതിന് ട്രാവലിംഗ് ചാർജസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അക്കോമഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്ര ചാർജസ് അവരിൽ നിന്ന് ചെലവായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് തരും എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി ഇൻഫോംഡ് ടു ദ കാൻഡിഡേറ്റ്. തീർച്ചയായിട്ടും അത് അവരെ അറിയിക്കണം. എന്ത് ഇന്റർവ്യൂവിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവ്, വരുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലൊക്കെ കയറി എന്തെങ്കിലും ചായ കൂടി ചെയ്യുന്നതിന്റെ ഒന്നും അല്ല കേട്ടോ. ആക്ച്വലി അതായത് ട്രാവലിംഗിന്റെ ആയിരിക്കാം. ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ അവർക്ക് വേണ്ടി വന്നിരിക്കുന്ന എന്തെങ്കിലും ചെലവുകൾ, കുഞ്ഞു ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ മീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എന്ന് ഹാവ് ടു ബി ഇൻഫോംഡ്, അവരെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. അതർവൈസ് ഇനി അതല്ലെങ്കിലോ, ഇപ്പൊ നമ്മൾ ഇവിടെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത് ഇഫ് ദേ ഹാവ് ഇൻകർഡ് എനി എക്സ്പെൻസസ് ഇറ്റ് വിൽ നോട്ട് ബി പെയ്ഡ്. അതായത് അങ്ങനെയുള്ള എക്സ്പെൻസുകൾ നമ്മൾ തരുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഓൾസോ ഷുഡ് ബി മെൻഷൻഡ് സെപ്പറേറ്റ്ലി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതും തീർച്ചയായിട്ടും അവരത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നോ TA or DA വിൽ ബി പെയ്ഡ് ഫോർ അറ്റൻഡിങ് ദ ഇന്റർവ്യൂ എന്ന് വ്യക്തമായിട്ട് എവിടെയെങ്കിലും സ്റ്റാർ ഇട്ട് താഴെ എഴുതി വെച്ചിരിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, അങ്ങനത്തെ എന്താ പറയാ ഇതുപോലെയുള്ള കോളേജസ് ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. കാരണം ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അവര് കമ്പനി ഈ പറയുന്ന നമ്മൾ വരുന്നതിന് നമുക്ക് ഒത്തിരി പൈസ ചെലവായി, അതൊന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യില്ല. കാരണം ഒരു ഇന്റർവ്യൂ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്തിട്ടാണ് ജോബ്. ആ ഒരു ജോലി നമുക്ക് കിട്ടോ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് കിട്ടിയുമില്ല, കുറെ കാശ് ചെലവായി എന്ന് നമ്മൾ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഓർഗനൈസേഷൻ നേരത്തെ കൂട്ടി അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി പ്രൊവൈഡഡ് ബൈ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും ഒരു സംരംഭം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരില്ല. അത് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ആളുകളായിക്കോട്ടെ. ചില ആളുകൾ കൊടുക്കാന്ന് പറയും, അങ്ങനെയാണെങ്കിൽ കൊടുക്കും. ഓക്കെ, സോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നേരത്തെ തന്നെ ഇങ്ങനെ മെൻഷൻ ചെയ്തത്? ഇറ്റ് ഈസ് ടു സേഫ്ഗാർഡ് ദ കമ്പനീസ് എക്സ്പെൻസസ്, അല്ലെ? ഇനി അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, കുറെ ആൾക്കാർ വരുന്നു, ഇങ്ങനെയുള്ള കാര്യമൊന്നും മെൻഷൻ ചെയ്തില്ല, എന്നിട്ട് അവിടെ വന്നിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു, ചിലപ്പോൾ അവര് എന്താ പറയാ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് ഇത്ര രൂപയൊക്കെ ചെലവായില്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ കണ്ട് ബഹളം കൂട്ടാൻ സാധ്യതയുണ്ട്. സോ ഇഫ് ദേ ക്ലെയിം ഫോർ എക്സ്പെൻസസ്, അവരങ്ങനെ ആ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെ ക്ലെയിം ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻഡ് ഇൻ ദാറ്റ് കോൾ ലെറ്റർ. ഓൾറെഡി അത് നമ്മുടെ കോൾ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ പിന്നെ അത് എങ്ങനെ കൊടുക്കില്ല. അപ്പൊ അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ തെളിവുണ്ട്, നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളത് സെക്കൻഡോ തേർഡോ കാര്യമാണ്. വരിക, അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് ഏറ്റവും എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടുള്ളവരെയാണ് ഏത് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുള്ളൂ. നമ്മുടെ എഫിഷ്യൻസി അല്ലെ, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നോക്കുന്നതെന്ന്. ഒരു ആൾക്ക് ഇന്റർവ്യൂവിന് കോളേജിൽ വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് കൊണ്ട് ആരും എല്ലാവർക്കും ജോലി കൊടുക്കുന്നില്ല. അതിൽ നിന്ന് ഫ്രം ദാറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുന്നു, അതിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, അതിൽ നിന്നാണ് സെലക്ഷൻസ് നടത്തുന്നത്, അല്ലെ? റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത്. അപ്പൊ സം മേ ബി റിജക്റ്റഡ്,
തീർച്ചയായിട്ടും കുറെ പേരൊക്കെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫോർവേഡ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് അവിടെ ചെന്ന് കിടന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് ഇത്ര രൂപ ചെലവായല്ലോ, ഞങ്ങൾക്ക് അതിന്റെ പൈസ ഒക്കെ തിരിച്ചു തരണം, ബിക്കോസ് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ എന്റെ 10,000-2000 രൂപ ചെലവായിട്ടുണ്ട്, അത് തരണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്ന് കിടന്ന് ബഹളം വെച്ചാൽ കിട്ടുമോ? കിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ദാറ്റ് നോ TA or DO will be provided. അത് കിട്ടില്ല എന്ന് കൃത്യമായിട്ട് അവര് എന്ത് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോൾ ലെറ്ററിൽ വരുന്നത്. ഓക്കെ, കോൾ ലെറ്ററിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം. ഓക്കെ, വെന്യൂ എന്ന് പറഞ്ഞ പ്ലേസ് തന്നെയാണ്. ഓക്കെ, അതിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോർമാറ്റിനകത്ത് ഫയൽ നമ്പർ, ഡേറ്റ്, സബ്ജക്ട്, റെഫറൻസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. സാലുട്ടേഷൻസ് ലൈക്ക് ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത് കോൾ ലെറ്റേഴ്സ് അയക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ആൻഡ് എന്താ പറയാ, നമ്മൾ ഡിയർ വെച്ചിട്ട് പേരോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവര് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇനി റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിന് വരുന്ന ചെലവുകൾ ഫ്യൂ കമ്പനീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അത് കൊടുക്കുന്നുണ്ടെങ്കിലും മെൻഷൻ ചെയ്യണം, കൊടുക്കുന്നില്ല എങ്കിലും മെൻഷൻ ചെയ്യണം. അത് കൊടുക്കുന്നില്ല എങ്കിലും മെൻഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ ക്ലെയിം വിച്ച് ഈസ് മെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് തങ്ങൾക്കുണ്ടാകുന്ന ചെലവുകളെ ക്ലെയിം ചെയ്താൽ അതിനെ സേഫ് ഗാർഡ് ചെയ്യാനാണ് അങ്ങനെ മെൻഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വ്യക്തമല്ലേ? മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ? കുഞ്ഞു കുഞ്ഞു നല്ല സിമ്പിൾ സെന്റൻസ് ആണ്. എനിക്ക് തോന്നി, വായിച്ചപ്പോ തോന്നിയത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ, ഇവർക്ക് തന്നെ വായിച്ചാലും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള സെന്റൻസുകൾ ആയതുകൊണ്ട് ഒരു കടിച്ചാൽ കൊണ്ടാത്ത കാര്യം എനിക്ക് അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, then it's a format of a call letter given below. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു call letterന്റെ ഫോർമാറ്റ് ആണ്. നല്ല വ്യക്തമായിട്ട് ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഫയൽ നമ്പർ, കോൾ ലെറ്ററിൽ എന്തുണ്ടാവണം എന്ന് പറഞ്ഞു, ഫയൽ നമ്പർ, അതിന്റെ റെഫറൻസ് നമ്പർ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമ്പർ കണ്ടോ. ഫയൽ നമ്പർ 2022-23 എയിംസ് ഹോസ്പിറ്റലിന്റെ ആണ്. HR അതിന്റെ ഒരു എന്താ പറയാ INT നമ്പർ തന്നിട്ടുണ്ട് 046 എന്ന് പറയുന്നത്. ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ഏത് ദിവസമാണ് അത് ഇടുന്നത്, എന്താ പറയാ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മിസ്റ്റർ കൃഷ്ണകുമാറിനാണ്, കൊല്ലം എന്ന് പറയുന്ന എന്താ പറയാ സ്ഥലത്തു നിന്നാണ് ഈ പറയുന്ന കോൾ ലെറ്റർ പോകുന്നത്. അതിന്റെ സബ്ജക്ട് എഴുതി വെച്ചിട്ടുണ്ട്, കോൾ ലെറ്റർ ഫോർ ഇന്റർവ്യൂ ഫോർ ദ പോസ്റ്റ് ഓഫ് PRO. ആരാ PRO? ആരാ? പബ്ലിക് റിലേഷൻസ് ഓഫീസർ അല്ലെ. PROന്റെ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് പറഞ്ഞിട്ട് യുവർ റെസ്യൂംസ് ആൻഡ് സബ്സിക്വന്റ് ഷോർട്ട് ലിസ്റ്റിംഗ്, നിങ്ങളുടെ ബയോഡാറ്റയും അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിംഗിൽ നിന്നുമാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂവിന് വേണ്ടി തെരഞ്ഞെടുത്തേക്കണേ എന്നുള്ളത് റെഫർ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാ അവരുടെ ബയോഡാറ്റാസ്, റെസ്യൂമേ ഓർ കരിക്കുലം വിറ്റ് എന്നൊക്കെ ബയോഡാറ്റയ്ക്ക് മറ്റു പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ റെസ്യൂമേയും അതുപോലെ തന്നെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റും കൂടി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിലേക്ക് സെലക്ഷൻസ് കിട്ടിയിരിക്കുന്നത് എന്നാണ് റെഫർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സബ്ജക്ട് ഓർ കണ്ടന്റ് ഓഫ് ദാറ്റ് കോൾ ലെറ്റർ. കോൾ ലെറ്ററിന്റെ കണ്ടന്റ് പറയുന്നത് ഡിയർ കാൻഡിഡേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിയർ ഇട്ടിട്ട് പേര് ചേർക്കുന്നില്ല. We are pleased to inform you that your resume has been shortlisted for the post of public relations officer. നിങ്ങളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സന്തോഷപൂർവ്വം ഈ കത്തിനാൽ അറിയിക്കുന്നു എന്നാണ് ആ സെന്റൻസ് ചെയ്തിരിക്കുന്നത്. In view of the above, you are requested to appear in person for a personal interview as furnished below. അതിന് എന്താ പറയാ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് വരണം എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. താഴെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരേണ്ടത് എന്നാണ് ഇന്റർവ്യൂ എന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ഡീറ്റെയിൽസ്, ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ആണ് താഴെ ഫർണിഷ് ചെയ്തിരിക്കുന്നത്. Date 20th April 2022, time 10 AM, venue എയിംസ് ഹോസ്പിറ്റൽ, 12 എയിംസ് ആർക്കേഡ്, എറണാകുളം എന്ന് പറയുന്ന അഡ്രസ്സിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ, അതും സിമ്പിൾ ആയിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ കോൾ ലെറ്ററിന്റെ ഫോർമാറ്റ് കണ്ടിട്ട്? ഇല്ല, വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നു. ഇനി അതിന്റെ കൂടെ തന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. യു ആർ ഡയറക്റ്റഡ് ടു ബ്രിങ് എ സെറ്റ് ഓഫ് ഒറിജിനൽ xerox ഓഫ് ഓൾ യുവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് അലോങ് വിത്ത് ദ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വൈൽ അറ്റൻഡിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം? നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിന്റെ xerox കോപ്പിയും കൊണ്ടുവരണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് ഇത് തമ്മിൽ ഒത്തുനോക്കണ്ടേ?
അപ്പൊ അത് കൊണ്ടുവരണം. പിന്നെ എന്താ പറയാ ടെസ്റ്റിമോണിയൽ സാക്ഷ്യപത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. ഒരു റിസൾട്ട് ഫോട്ടോഗ്രാഫാണ്. പണ്ട് 10ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചപ്പോൾ ഉള്ള ഫോട്ടോസ് ഒന്നും കൊണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങൾ അറ്റ് പ്രസന്റ് ഏത് രീതിയിൽ ഇരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാവും. അതിന്റെ ഒരു സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുമ്പോ കൊണ്ടുവരണം. കണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നോ TA or DA will be paid for attending the interview. ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വരുമ്പോ നിങ്ങൾക്ക് TA-യും DA-യും ഒന്നും കിട്ടില്ല. TA ട്രാവലിംഗ് അലവൻസ് ആണ്, DA ഡിയർനെസ് അലവൻസ് ആണ് അല്ലെ. ഇത് രണ്ടും കിട്ടില്ല എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. പ്ലീസ് കൺഫേം യുവർ അറ്റൻഡൻസ് പെർ റിട്ടേൺ മെയിൽ. അതായത് നിങ്ങൾ വേഗം തന്നെ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇത് വായിച്ചറിയും. DA എന്ന് പറഞ്ഞാൽ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് അലവൻസ്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടേ ഇപ്പൊ വളരെ എന്താ പറയാ ഏറ്റവും അടുത്തുള്ള ചില ചെലവുകൾ, ഈ ഒരു ഇന്റർവ്യൂവിന് ഡയറക്ട്ലി ബന്ധമുണ്ടാകാവുന്ന ചില ചെലവുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള അലവൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും തരില്ല. മാത്രമല്ല നിങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ റിട്ടേൺ ഒരു മെയിൽ അയക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. താങ്കിങ് യു ഫോർ എയിംസ് ഹോസ്പിറ്റൽ, സിഗ്നേച്ചർ ബൈ മാനേജർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓർ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരാളായിരിക്കും തയ്യാറാക്കിയേക്കണേ. അപ്പൊ അവരുടെ സിഗ്നേച്ചർ വേണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കോൾ ലെറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടല്ലോ, മനസ്സിലായോ? കോൾ ലെറ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയാ കൃത്യമായിട്ട് സ്പേസിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ വേഗം ആ ഫോർമാറ്റ് ഓഫ് കോൾ ലെറ്റർ. പറഞ്ഞോട്ടെ. അടുത്തത് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇപ്പൊ നിങ്ങളും എന്താ പറയാ നമ്മളുടെ ഈ ഡിപ്ലോമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ചോദിക്കട്ടെ. ഇപ്പൊ ഇന്റർവ്യൂ ഒരു വാക്ക് കേട്ടാൽ മതി. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് ഉണ്ടായിരുന്നല്ലോ ഡിപ്ലോമയിലെ. അതും ഇതുപോലെ തന്നെ അതിനകത്ത് ഇന്റർവ്യൂ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇന്റർവ്യൂന്റെ ഗ്രൂമിങ് എപ്പോഴാണ് ടീച്ചറെ നടക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ നമ്മളോട് സംശയിച്ചു വെക്കില്ല. അവിടെ നമ്മള് ഈ ഇതിനകത്തുള്ള ഈ എന്താ പറയാ ഡിപ്ലോമയിലുള്ള ഒരു മൊഡ്യൂളിന്റെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അതിനിടയ്ക്ക് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂവിൽ പാനൽ ഉണ്ട്, ഇന്ന ആളുകളൊക്കെ ആയിരിക്കും, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇന്റർവ്യൂ ആണോ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അതിന്റെ അറിവുകളുള്ള ആളുകളായിരിക്കും ഇന്റർവ്യൂ പാനലില് അവർ നിരത്തിയിട്ടുണ്ടായിരിക്കാം. സോ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നൊക്കെ അല്ലെ, അതിനൊത്തിരി കാര്യം. ഇതൊക്കെ തന്നെയാണ് ഗ്രൂമിങ്. അല്ലാണ്ട് ഇനി നമ്മൾ ഇനി വേറെ എങ്ങനെയാ എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഗ്രൂമിങ് ഒക്കെ നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ഈ ചാപ്റ്ററിൽ ഇഷ്ടം പോലെ കാര്യം പറയുന്നുണ്ട്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് വെൻ യു അറ്റൻഡ് ഫോർ ആൻ ഇന്റർവ്യൂ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോ ഒരു ഇന്റർവ്യൂ ഇതിൽ ഞാൻ എന്റെ ബെറ്റർ പെർഫോമൻസ് ഞാൻ കാഴ്ചവെച്ചില്ല, മേ ബി ഫെയിലിയർ, കുഴപ്പമില്ല. ഒരു ഇന്റർവ്യൂ കൊണ്ടൊന്നും നമ്മളുടെ എല്ലാം തീരുന്നില്ല അവിടെ അല്ലെ. സോ എന്ത് ചെയ്യണം, അടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ എന്താണോ നമുക്ക് ലാക്ക് ചെയ്തത്, നമുക്ക് എന്താണോ നമുക്ക് എന്താ പറയാ നമുക്ക് നമ്മുടേതായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത്, എന്ത് അഭാവമാണോ ഉണ്ടായത് അത് നമ്മൾ എന്ത് ചെയ്യണം, ടേക്ക് ഓവർ ചെയ്ത് അത് വേറെയിലേക്ക് അടുത്ത ഇന്റർവ്യൂവിൽ പോകുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ടൊക്കെ പോകണം. അപ്പൊ 1, 2, 3, 4 ഇന്റർവ്യൂസ് പങ്കെടുത്തോ കുഴപ്പമൊന്നുമില്ല.
എവിടെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം തുറന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ആ നമ്മുടെ സെറമണിക്ക്, ഗ്രാജുവേഷൻ സെറമണിക്ക് വന്നവർ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇത് പഠിച്ചതുകൊണ്ട് അവർക്ക് ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. കുറെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്, വിളിക്കുന്നവരത്തൊക്കെ പോകുന്നുണ്ട്, ഇന്റർവ്യൂസിൽ കൊടുത്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോ എവിടെയാണോ ബെറ്റർ, നമുക്ക് ബെസ്റ്റ് അല്ലെങ്കിൽ അതാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അവിടേക്കുള്ള ഇതിന് വേണ്ടിയിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ചിലർ ഓൾറെഡി കയറി, ചിലർ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. ഒത്തിരി ആളുകൾ അവരുടെ റിവ്യൂസ്, അതായത് നമ്മളുടെ കോഴ്സിനെ കുറിച്ചുള്ള റിവ്യൂസ്, അവർക്കുണ്ടായ എക്സ്പീരിയൻസ്, അവർ ഇന്റർവ്യൂസിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടത്, ജോലി കിട്ടിയവര്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള റിവ്യൂസ് എല്ലാം അവർ ഷെയർ ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് വേറെ വരുമല്ലോ. അത് എന്റെ പണിപ്പുരയിലാണ്. എനിക്ക് തോന്നുന്നത് അതൊക്കെ എഡിറ്റ് ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അത് എന്താ പറയാ റോ ഒരു എന്താ പറയാ വീഡിയോസ് ആയിട്ടല്ലേ കിട്ടിയേക്കണേ അല്ലെ. അപ്പൊ അതൊക്കെ ഒത്തിരി ഇതിനകത്തൊക്കെ എഡിഷൻസ് ഒക്കെ ചെയ്യാനുണ്ടായിരിക്കും. സോ അതിനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അതുപോലുള്ള കാര്യങ്ങൾ സ്റ്റോറീസ് ആയിട്ടോ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് ആയിട്ടോ ഒക്കെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുകൂടി കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. എല്ലാം നമ്മൾ പഠിച്ചിട്ടാണോ പോകണ്ടേ? ചിലപ്പോ എന്താ പറയാ പെട്ടെന്ന് ഒരു കാര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നല്ലല്ലോ പറയണ്ടേ. നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം നമുക്ക്. അത് നമ്മളുടെ ജീവിതത്തിലായാലും ഏത് മേഖലയിലായാലും. അല്ലാണ്ട് അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റെബണായിട്ടിരിക്കുന്നതിൽ കാര്യമില്ല. എന്ത് നമ്മളിലേക്ക് വരുന്നോ ആ സമയം നമ്മൾ എങ്ങനെ ഹൗ ടു ആക്ട്, എങ്ങനെ നമ്മൾ അതിനെ പ്രവർത്തിക്കും, എങ്ങനെ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് എല്ലാം നമ്മൾ പഠിച്ചതല്ല വരിക. എല്ലാം പഠിച്ചിട്ട് വരാനുള്ള സമയമൊന്നും ഇല്ല. ഓരോ ദിവസവും നമ്മൾ ഓരോന്നും നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനെയാണ് ഉണ്ടായി, അതുകൊണ്ട് എന്റെ ആ ഇന്റർവ്യൂ എനിക്ക് ഫെയിൽ ആയി പോയത്. സോ അത് ഞാൻ എന്ത് ചെയ്യണം, മേക്കപ്പ് ചെയ്തെടുക്കണം അല്ലെ, അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വരാൻ പറ്റുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എന്താ പറയാ കോൾ ലെറ്ററിനെ കുറിച്ചിട്ട്, കോൾ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ കണ്ടു. ഇനി ഈ കോൾ ലെറ്റർ വിൽ ബി മെയിൽ. അത് വേണമെങ്കിൽ മെയിൽ ആയിട്ട് അയച്ചു കൊടുക്കാം. ടെലിഫോണിക് കൺഫർമേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇമെയിൽ ആയിട്ട് അയച്ചു കൊടുക്കും. ആൻഡ് ഓൾസോ ഓൺ ദ ലെറ്റർ ഹെഡ്, അതായത് ഈ പറയുന്ന എന്താ പറയാ ഒരു ഫോർമാറ്റിലൊക്കെ ലെറ്റർ ഹെഡ് ഒക്കെ ഉണ്ടാക്കി. ലെറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ്. അതായത് ഒരു ലെറ്ററിന്റെ കോൾ ലെറ്റേഴ്സിന്റെ ഒക്കെ പൊക്കത്തില് എന്താ പറയാ വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസ്, ഓർഗനൈസേഷൻ, അതിന്റെ അഡ്രസ്, അതിന്റെ ലോഗോ, പിന്നെ എന്താ പറയാ അതിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രിന്റഡ് സെക്ഷനെയാണ് നമ്മുടെ ലെറ്റർ ഹെഡ് എന്ന് വിളിക്കുക. നമ്മളിപ്പോ ഒരു കത്തൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ, വലിയ വലിയ ഓർഗനൈസേഷൻസിന്റെ കത്തൊക്കെ കിട്ടുമ്പോൾ, അതുപോലെ ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റേഴ്സ് വരുമ്പോൾ ഈ പറയുന്ന ഒരു സംഭവം പക്കത്തിൽ ഏറ്റവും ടോപ്പിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് അപ്പൊ കമ്പനിയുടെ ഏത് കമ്പനിയാണോ, ഓർഗനൈസേഷൻ ആണോ, ഹോസ്പിറ്റലാണോ, അതിന്റെ ഒരു ലോഗോ ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ അഡ്രസ് ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിംഗ് ദെയർ കോൺടാക്ട് ഇൻഫർമേഷൻ, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ്, ഇമെയിലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ടോപ്പിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ലെറ്റർ ഹെഡ് എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേര് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ പേര് കിട്ടി, ലെറ്റർ ഹെഡ് എന്നാണ് അതിനെ പറയാ. അതൊക്കെ ഇങ്ങനെ ഡ്യൂലി സ്കാൻ ചെയ്ത് മെയിൽ ചെയ്ത് അയച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അതിനുശേഷം അപ്പൊ കോൾ ലെറ്റർ ഒക്കെ അയച്ചു. കോൾ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ HR മാനേജറോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ ചെയ്യേണ്ടത്. സോ ഹൗ മെനി ഡേയ്സ് ആർ ലെഫ്റ്റ് ഫോർ ദ ഇന്റർവ്യൂ, എത്ര ദിവസം ഇനി ഇന്റർവ്യൂവിന് വേണ്ടി ബാക്കിയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്റർവ്യൂവിൽ ഉള്ള ഡേറ്റിലേക്കുള്ള ദൂരം എത്രയുണ്ടോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര പേര് ഇന്റർവ്യൂവിൽ പങ്കെടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൺഫർമേഷൻസിലൂടെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ മെയിലായിട്ട് വേഗം തന്നെ അയക്കണമെന്ന്. അപ്പൊ ഈ 10 ദിവസം ഉണ്ട് ഇന്റർവ്യൂവിന് എന്ന് വിചാരിക്കാം, അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വിതിൻ ദാറ്റ് ടൈം, ആ ഒരു ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ അവരുടെ എന്ത് ചെയ്യുന്നു, അവരുടെ കൺഫർമേഷൻ അവരെ അറിയിക്കും, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് എത്ര ടോട്ടൽ പെർസെന്റേജ് ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ അറ്റൻഡ് ഫോർ ദ ഇന്റർവ്യൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം now it is the duty of human resource management or department to arrange or to make arrangements for the interview. അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. ഇന്റർവ്യൂ പാനൽ ബോർഡിനെ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അവരുടെ എന്താ പറയാ പ്രഷ്യസ് ആയിട്ടുള്ള, നമുക്കറിയാം അവരുടെയൊക്കെ സമയവും കാര്യമൊക്കെ ഭയങ്കര
ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പൊ ഇന്റർവ്യൂ പാനലിന്റെ പ്രഷ്യസ് ആയിട്ടുള്ള ഇംപ്രഷൻസ് അവരുടെ നിന്ന് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവരുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. അത് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ ബോർഡ് റൂം അല്ലെങ്കിൽ ചെയർമാന്റെ ക്യാബിൻ ഇതിനൊക്കെയാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ സാധാരണ. ഹാവ് ടു ബി അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക്കലി, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലായിരിക്കണം അത് അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി അത് എന്താ പറയാ ഭയങ്കര ആലങ്കാരികമായിട്ട് ഭയങ്കര ഇച്ചിരി ഗ്രാൻഡ് ലുക്ക് ഒക്കെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ വാട്ട് എവർ തിങ്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ്. അവിടെ പല രീതിയിലും പല കാര്യങ്ങളും അവർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും, ഇൻക്ലൂഡിങ് ദ നെയിംസ് ഓഫ് ദ ഇന്റർവ്യൂ പാനൽ ബോർഡ് ഓൺ ദ ഡയസ്. അവരിയ്ക്കുന്ന വലിയ നമുക്കറിയാം ഇന്റർവ്യൂ പാനൽ ആകുമ്പോൾ കുറച്ച് അധികം ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. പാനൽ ഇന്റർവ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ അവരവരുടെ നെയിം ബോർഡ് അല്ലെ, നാം പട്ടി എന്ന് പറയും അല്ലെ, അതായത് നെയിം ബോർഡ് ഹിന്ദിയിലെ വാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം മുമ്പിൽ അവരവരുടെ പേര് എഴുതിയിട്ട് അത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഓരോ ആളുകൾക്കും അവരുടെ എന്താ പറയാ അവരെ എങ്ങനെയാണോ അവരെ അറിയപ്പെടുന്നത് ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അവരുടെ പേരിൽ ഉണ്ടാവുക. ഇപ്പൊ ഇന്ന ആള് ഏതെങ്കിലും HR ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ പേരും ആളുടെ താഴെ അതുകൂടി ഉണ്ടായിരിക്കണം. അതൊക്കെ കൃത്യമായിട്ട് ഡയസിൽ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ടേബിള് അന്നേരം എന്തായാലും ഒരു വൈറ്റ് ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് ഒരു വെളുത്ത തുണിയൊക്കെ വിരിച്ച് ഒരു ഫ്ലവർ വാസ് ഒക്കെ വെച്ച് അത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു പ്ലീസിംഗ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. മനസ്സിലായത്? നമ്മൾ ചെല്ലുന്നവർ മാത്രം നല്ല കൂട്ടപ്പനായിട്ട് ചെന്നാൽ മാത്രം പോരാ, അവരും അതിനുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ കൂട്ടി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരുടെ വിലപ്പെട്ട സമയം, അവർ നടത്തിയ അറേഞ്ച്മെന്റുകൾ, അവരതിനു വേണ്ടി ചെലവാക്കിയ സമയവും കാശും അല്ലെ ഇന്റർവ്യൂവിനോട്. അപ്പൊ നമ്മൾ വെറുതെ തോന്നിയ പോലെ ചെന്ന് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ചോദിക്കുന്നതിന് കിട്ടി പോയി ആ രീതിയിൽ പോകരുത് എന്നാണ്. അപ്പൊ അവര് ഏത് രീതിയിലാണ് അവിടെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്, അതിന്റെ ഇരട്ടി അറേഞ്ച്മെന്റും പ്രിപ്പറേഷൻസിലുമാണ് നമ്മൾ ഓരോരുത്തരും ഇന്റർവ്യൂസിന് വേണ്ടി പങ്കെടുക്കാനായിട്ട് പോകേണ്ടത്. കുറച്ച് നമ്മൾ എന്താ പറയാ കുറച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകണം, അല്ലാതെ തോന്നിയ പോലെ പോകുന്നത് നല്ല രീതിയല്ല എന്നാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് നെസസറി അറേഞ്ച്മെന്റ്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, കുടിക്കാനുള്ള വെള്ളം, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഇരിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ. ചിലപ്പോ ചില കമ്പനീസ് ടീ റിഫ്രഷ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് വരുന്നവർക്ക്. പുറത്ത് അവർ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്സോ ടീയോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ മാത്രമല്ല ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ റിസപ്ഷൻ ഏരിയ ആൻഡ് ഓൾസോ ഇറ്റ്സ് റിലേറ്റഡ് സ്റ്റാഫ്. നമ്മുടെ ഫ്രണ്ട് ഓഫീസില് അതുപോലെ റിസപ്ഷൻ ഏരിയാസില് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെയൊക്കെ ഈ പറയുന്ന ഇന്റർവ്യൂവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെയും കൂടി ഒന്ന് അറിയിച്ചു ചേർക്കുക. കാരണം അവരൊക്കെ കുറച്ചും കൂടി ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഫ്രണ്ട് ഓഫീസിലാണല്ലോ വരിക, എന്തായാലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്നവർ ആദ്യം എവിടെ എത്തും? ഫ്രണ്ട് ഓഫീസിലാണ്. അപ്പൊ അവരായിരിക്കും ഇവരെ ഇങ്ങോട്ടൊക്കെ കയറ്റി വിടട്ടെ, എവിടേക്ക് പോകണം, ഏത് വഴിക്കാണ് ഇന്റർവ്യൂ എവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്, അവിടേക്ക് എത്തണമെന്നില്ല ആ ഒരു റൂട്ട് മാപ്പ് എല്ലായിടത്തും ഇല്ലെങ്കിലും അവരിലൂടെ റീച്ച് ദ പോയിന്റ് അല്ലെ, ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ നടക്കേണ്ടതെന്ന് തന്നെ ചിലപ്പോ അവരറിഞ്ഞില്ലെങ്കിലോ എവിടേക്കാ കയറി പോണേ, ഇതുകള് എവിടേക്കാന്നൊക്കെ വിചാരിക്കും അല്ലെ. അപ്പൊ ഇന്റർവ്യൂ ചെയ്യേണ്ട ആൾക്കാർ കയറി വരുന്നത് അവരിന്റെ സമയത്ത് വരും, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇതാക്കണം എന്നുള്ളത് ഈ ഫ്രണ്ട് ഓഫീസിലും അതുപോലെ തന്നെ നമ്മളുടെ റിസപ്ഷൻ ഏരിയയിലും ഒക്കെ ഒന്ന് അറിയിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ വെൽ ഇൻഫോംഡ് ആണെങ്കിൽ അവർക്കറിയാൻ പറ്റും ഈ വരുന്നവര് ഇതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്നവരാ. സോ അവരെ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് HR മാനേജർ നമ്മുടെ കോൾ ലെറ്റർ ഒക്കെ അയച്ചതിന് ശേഷം ചെയ്യേണ്ട അറേഞ്ച്മെന്റുകൾ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ അവിടെ വരെ? യെസ്. ഇനി എന്താണ് അടുത്തത് എന്താ ചെയ്യണ്ടേ? ഇനി ഈ എന്താ പറയാ ഒരു കയറി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവരതൊക്കെ ഫില്ല് ചെയ്ത് ഇവരുടെ പേര്, അഡ്രസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അവർക്ക് തൊട്ട് മുന്നിൽ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ അവസാനമായിട്ട് അവർക്ക് കിട്ടിയ സാലറി, ഇവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന സാലറി, ഇനി അവർക്ക് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ
കാര്യങ്ങൾ മാത്രമല്ല സ്പേസ് ഫോർ ഫിക്സിംഗ് ദ ഫോട്ടോഗ്രാഫ്, അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം തന്നെ വെച്ച ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ആ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഈ ഇന്റർവ്യൂ പാനലിലെ ആളുകൾക്കൊക്കെ അവരുടെ അവിടേക്ക് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഈ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അവരുടെ ആപ്ലിക്കേഷൻസിൽ നിന്നും അവരുടെ ബയോഡാറ്റാസിൽ നിന്നൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനാണ് ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉള്ളത്. അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് അത് പ്രൊവൈഡ് ചെയ്ത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് അവരെന്ത് ചെയ്യുന്നു, അത് ഫില്ല് ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഓരോ സെറ്റ് ഓഫ് കൊടുത്തിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അവര് ആളുകളെ അസസ് ചെയ്യുന്നതോടൊപ്പം ഇതങ്ങനെ ഫില്ല് ചെയ്ത് എന്ത് ചെയ്യുന്നു, പോകുന്നു. ആ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് ജോബ് ആസ്പിരൻസ് വന്ന് കഴിയുമ്പോൾ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്തുകൂടി പോകണം. അതിന് വേണ്ടിയിട്ട് ഈ ഓരോ കാൻഡിഡേറ്റും എന്തൊക്കെ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഈ ഫോം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇനി എങ്ങനെയാണ് വിലയിരുത്തി ഇതിൽ നിന്ന് ഇനി ആരെ എടുക്കണം എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ആ ഫോംസ് ഓരോ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവര് ഈ ഫാമിലിയിലുള്ള ആളുകൾ അതാത് ഫോമിൽ എന്ത് ചെയ്യുന്നു, എഴുതി തയ്യാറാക്കി വെക്കുന്നു. ഇനി ഈ ഇവരെ ഇങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജോബ് എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് ഇനി അസസ് ചെയ്യുക? ഇന്റർവ്യൂസ് ഇങ്ങനെ നടന്നു പോകും അല്ലെ, ഒരാൾ വരുന്നു, എല്ലാവരും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, അയാൾ വരുന്നു, അടുത്ത ആൾ കയറി വരുന്നു, അയാളുടെ ചോദ്യം ചോദിക്കുന്നു, അയാളുടെ ഈ യൂണിവേഴ്സൽ ഫോമില് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ഒപ്പം തന്നെ എഴുതി പോകുന്നുണ്ട്, ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹൗ ക്യാൻ ദേ അസസ് ദ ആസ്പിരൻസ്, ജോബ് ആസ്പിരൻസിന് ഇവർക്ക് എങ്ങനെ വിലയിരുത്താം, അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ വിലയിരുത്തുന്നത് എന്ന് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു എന്താ പറയാ, ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ എന്താ പറയാ അസസ് ചെയ്യാനുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതില് നമുക്കറിയാം കുറെ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ഇവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തേക്കണേ. അവരുടെ ബയോഡാറ്റ, ആപ്ലിക്കേഷൻ ഫോം, അവരുടെ അതൊക്കെ അതിനകത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, സാലറി, അവരുടെ സ്ഥലം അല്ലെ, അവരുടെ ജോയിനിങ് ടൈം, അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇന്റർവ്യൂവിന് ആളുകൾ ക്ഷണിച്ചിരിക്കുന്നത്. അതിനുശേഷം അപ്പൊ എന്ത് ചെയ്യണം, വീണ്ടും ഇനി ഈ പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം വീണ്ടും അവർക്ക് എന്താണ് ഇവരിൽ നിന്ന് ആരെ ചൂസ് ചെയ്യണമെന്ന് അസസ് ചെയ്യേണ്ടി വരും. സോ ദേ ഹാവ് ടു ഫോളോ സം അതർ ആസ്പെക്ട്സ്, അല്ലെങ്കിൽ മറ്റ് ചില പാരാമീറ്റേഴ്സ് കൂടി ഇവര് എന്ത് ചെയ്യണം, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഇന്റർവ്യൂ പാനലിൽ. അതെന്തൊക്കെയാണെന്നാണ് ഇതിൽ അടുത്തത് പറയുന്നത്. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ്, സാലറി, എക്സ്പെക്ടഡ് സാലറി, ജോയിനിങ് ടൈം, നമ്മുടെ പ്ലേസ്, ക്വാളിഫിക്കേഷൻ, ഇതിനെല്ലാം പുറമെ ഇത് ഓൾറെഡി പാരാമീറ്റേഴ്സ് ആണ്. പക്ഷെ ആ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുത്തവരെയാണ് ഈ ഇന്റർവ്യൂവിന് വിളിച്ചേക്കണേ. ഇല്ലേ, ഇനി ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എന്ത് പാരാമീറ്റർ വെച്ച് ഇവരെ അസസ് ചെയ്യും, വിലയിരുത്തും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനുള്ളത്. കുറച്ചധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ, അതായത് നമുക്ക് ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെ, നല്ല മാർക്കുകൾ ഉണ്ട്, നല്ല എന്താ പറയാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ തൂക്കം നോക്കിയാൽ നല്ല ഹൈ ആണ്, ഇങ്ങനെ തട്ട് പൊങ്ങി തന്നെ നിൽക്കും അല്ലെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി പറഞ്ഞു, നമ്മുടെ സ്ഥലം പറഞ്ഞു, എല്ലാം നമുക്ക് ഓക്കെയാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 15 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുന്നു. എന്നിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, ഭയങ്കര അഭിമാനീനെ പോലെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ മറ്റു കുറെ കാര്യങ്ങൾ കൂടി ഈ പറയുന്ന കൂടെ ഈ പാരാമീറ്റേഴ്സിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യപ്പെടുന്നുണ്ട് ആഫ്റ്റർ ദ പേഴ്സണൽ ഇന്റർവ്യൂ. ഏത് കഴിഞ്ഞതിന് ശേഷം, വ്യക്തിപരമായ ഈ ഇന്റർവ്യൂ ശേഷം അവര് കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് കൂടി ഉൾപ്പെടുത്തിയതിന് ശേഷമായിരിക്കും പല ഇന്റർവ്യൂസിലും അവർക്ക് റിക്രൂട്ട്മെന്റ് കൊടുക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അതെന്തൊക്കെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. പേഴ്സണാലിറ്റി, വ്യക്തിത്വം, ഓരോ മനുഷ്യന്റെ വ്യക്തിത്വം, അത് അവരുടെ കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ഓരോരുത്തരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം എങ്ങനെയുണ്ട് അവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആളുകൾ ഓരോ കാര്യങ്ങളും അവരിങ്ങനെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ അപ്പിയറൻസ്, നമ്മളുടെ എന്താ പറയാ, നമ്മൾ ഏത് രീതിയിൽ വന്നിരിക്കുന്നു അല്ലെ, ഔട്ട്ഫിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബോഡി ലാംഗ്വേജ്, നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂവിൽ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു, നമ്മുടെ ശ്രദ്ധ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പോയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും അവരുടെ എങ്ങനെയാന്ന് തൊട്ടടുത്ത പോയിന്റ് പറയുന്നത് ഐ കോണ്ടാക്ട്. നമ്മൾ ആരാണോ നമ്മളോട് ചോദിക്കുന്നത്, കുറച്ചധികം പേരിരിക്കും ഇന്റർവ്യൂ പാനൽ ആയതുകൊണ്ട് ഒരു 3-4-5 പേരൊക്കെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആര് ചോദിക്കുന്നു അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മളുടെ നേരെ ഇരിക്കുന്ന ആൾ ചോദിക്കുമ്പോൾ ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കുക, അതിന് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുക.
ഇപ്പൊ നമുക്ക് അറിയില്ല എങ്കിലും സോറി സർ എന്ന് പറയാ, നമുക്കത് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ കടന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് ഐ ആം നോട്ട് അവെയർ ഓഫ് ദാറ്റ്, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഐ എം സോറി സർ എന്ന് പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം. അടുത്ത ആൾ ചോദിക്കുന്നു, അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളെ ചോദിക്കണം. അപ്പൊ നമ്മുടെ കണ്ണ് വീണ്ടും ആ ആളിലേക്ക് പോകണം. അപ്പൊ ഐ കോണ്ടാക്ട് മറ്റൊരു പാരാമീറ്റർ ആണ് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, നമ്മൾ അവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, നമ്മുടെ സംസാര ഭാഷ മീൻസ് ലാംഗ്വേജ് അല്ല, ചില ആളുകൾ എന്താ പറയാ സംസാരിക്കുന്നതിന് നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ പോയിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിനൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രിറ്റി എന്താ? നമ്മുടെ ഒരു സമഗ്രത, നമ്മുടെ ഒരു ആർജവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവര് നോട്ടീസ് ചെയ്യും. ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻസ്, നമ്മളോട് ചോദ്യങ്ങൾക്ക് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ ക്യാരക്ടർ, ഒരു ഇച്ചിരി നേരം നമ്മുടെ സ്വഭാവം ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെ, പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം. കോൺഫിഡൻസ് ലെവല്, നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കോൺഫിഡന്റ് ആയിരിക്കണം എപ്പോഴും. അപ്പൊ നമ്മള് ഞാൻ എന്ത് കാര്യത്തെ കുറിച്ചും അവർ ചോദിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക, കോൺഫിഡന്റ് ആകുക. നമ്മൾ പറയുന്ന ഉത്തരത്തിലായാലും നമ്മൾ ഇരിക്കുന്ന രീതിയിലായാലും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒക്കെ കയ്യിൽ പോകും. ഓക്കെ, നമ്മൾ കോൺഫിഡന്റ് ആകണം. അപ്പൊ കുറെ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തലേ ദിവസമൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ സ്വന്തമായിട്ട് നടത്തുക, എന്നിട്ടൊക്കെ ഇന്റർവ്യൂസിൽ പങ്കെടുക്കാം. പിന്നെന്താ അപ്രോച്ച്, നമ്മുടെ ഒരു സമീപന രീതി, നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് അല്ലെ, ടെക്നിക്കലായിട്ട് സാങ്കേതികപരമായിട്ടുള്ള അറിവുകൾ അതൊക്കെ പരീക്ഷിക്കും അവര്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പ്രാക്ടിക്കൽ നോളജ് അല്ലെ, നമ്മുടെ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞു, അപ്പൊ നമ്മൾ അതിനെങ്ങനെ അത് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ള പ്രാക്ടിക്കൽ നോളജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പാനലിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി എന്നുള്ളതിന് അപ്പുറം വരുന്ന കുറെ പാരാമീറ്റേഴ്സ് ആണ് ഇന്റർവ്യൂസ്. ഓക്കെ, അപ്പൊ ഈ പാരാമീറ്റേഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മാനേജേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മളെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ഒരു ടാലന്റഡ് ആയിട്ടുള്ള റിയൽ ടാലന്റിനെ അവരതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ പാരാമീറ്റേഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റിയൽ ടാലന്റ് കണ്ട് നടക്കുന്നുള്ളൂ. അല്ലാതെ ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു, എല്ലാവരും കഷ്ടപ്പെട്ട് വന്നാലും എല്ലാവർക്കും ജോലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. 10 പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഉള്ളൂ, 50 ആളുകൾ വന്നിട്ടുണ്ട് ഇന്റർവ്യൂവിന് എന്ന് വിചാരിക്കുക. ഈ 50 പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ സ്ഥലം വേണ്ടേ അല്ലെ? അതിനുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, വേക്കൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒക്കെ. ഓക്കെ, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, HR മാനേജർ അങ്ങനെയുള്ള ടാലന്റ് കണ്ട് നടത്തുന്നത്. ഇനി കൂടാതെ HR മാനേജർ ക്യാൻ ഓൾസോ ആഡ് ഓൺ മെനി പാരാമീറ്റേഴ്സ്. ഈ അസസ്മെന്റുകളുടെ ആ ഒരു ഇതില്ലേ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി വിലയിരുത്തലുകളുടെ ആ ഒരു എന്താ പറയാ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സ് മാനേജ്മെന്റ് ക്യാൻ ആഡ് ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. ഇനിയും കൂടുതൽ അളവുകോലുകൾ വീണ്ടും ആഡ് ഓൺ ചെയ്ത് ചേർക്കാം. അത് അവരുടെ ലിബർട്ടിയാണ്. HR മാനേജറുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് വീണ്ടും പാരാമീറ്റേഴ്സ് അതിനകത്ത് കൂട്ടാം. ആൻഡ് എത്രത്തോളം പാരാമീറ്റേഴ്സ് കൂട്ടുന്നു, the HR manager or the HRM can enable the interview panel to make the real talent. ഈ റിയൽ ടാലന്റിനെ കണ്ടെത്താനായിട്ട് HR മാനേജർക്ക് അപ്പൊ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി എടുക്കുന്ന പാരാമീറ്റേഴ്സിൽ വരുന്നത്. ക്ലിയർ ആയോ ഇവിടം വരെ? എനി ഡൗട്ട്? ഇവിടെ വരെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അധികമൊന്നും എടുത്തിട്ടൊന്നുമില്ല. നമ്മള് കോൾ ലെറ്റർ ആണ് എടുത്തു തുടങ്ങിയത്. കോൾ ലെറ്റർ എടുത്തു, പിന്നെ കോൾ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞു. ആ ഫോർമാറ്റിൽ നിന്നും പിന്നെ അതിനുശേഷം ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കോൾ ലെറ്റർ ഒക്കെ കൊടുത്ത് കൺഫർമേഷൻ ആളുകളിൽ നിന്ന് കാൻഡിഡേറ്റ്സ് ഇത്ര പേര് പങ്കെടുക്കും എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിന് എന്തൊക്കെ അറേഞ്ച്മെന്റുകൾ ചെയ്യണം നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് ഓരോ ഇന്റർവ്യൂ പാനൽസിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, വരുന്ന കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ അവിടെയൊക്കെ എഴുതി തയ്യാറാക്കിയൊക്കെ വെക്കുന്നത്. ഇവിടെ വേറെ ഒരെണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. ഉണ്ടോ, ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും വരെ ക്ലിയർ ആണോ നോക്ക്? ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ ആ ഒരു പാരഗ്രാഫ് കുറച്ച് ലെങ്തി ആണെങ്കിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് വായിച്ചു നോക്കുക.
വായിച്ചോ? അടുത്ത ഞാൻ എടുക്കുന്നില്ല ഇപ്പൊ, വേണ്ടല്ലോ, നമുക്ക് നാളെ ക്ലാസ് ഉണ്ടല്ലോ, നാളെ എടുക്കാം. അതില്ലേ സിമ്പിളാണ് വായിച്ചൊക്കെ നോക്കാനല്ലേ? എളുപ്പല്ലേ വായിച്ച് പഠിക്കാനൊക്കെ? പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നോക്കണം. അല്ലാണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി എങ്ങനെ പങ്കെടുക്കാൻ പോകും എന്നുള്ളതിന് വേറെ ഒരു കാര്യം പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഫ്റ്റർ ഓൾ ഇത് കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാ അല്ലെ? അപ്പൊ കുറച്ച് പ്രിപ്പറേഷൻസ് വേണം. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി, എന്താ പറയാ, ഇന്റർവ്യൂവിനാണോ പങ്കെടുക്കാൻ പോകുന്നത്, അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നോളജ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, പിന്നെ നമ്മളുടെ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, പിന്നെ എന്താ പറയാ നമ്മുടെ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ബിഹേവിയർ, നമ്മുടെ ഔട്ട്ഫിറ്റ് അല്ലെ, നമ്മുടെ ഡ്രസ്സിംഗ് അപ്പിയറൻസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കൃത്യമായിട്ടൊക്കെ പോകുക, അതുപോലെ തന്നെ അതിന് പങ്കെടുക്കുക. ഒരെണ്ണം പോയി അയ്യോ എനിക്ക് പറ്റിയതല്ല, എനിക്ക് ഇത് കിട്ടില്ല എന്ന് നമ്മൾ നെഗറ്റീവ് മൈൻഡിലൂടെ തിരിച്ചു പോരരുത്. ഇല്ല, കുഴപ്പമില്ല, വീണ്ടും നമ്മളുടെ ഈ ഒരു ഏതെങ്കിലും ഒരു വാതിൽ അടഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ നമ്മളുടെ ചാൻസസ് തീർന്നു എന്നാണോ? അല്ല, തീർച്ചയായിട്ടും ഒരെണ്ണം അടഞ്ഞാലും ഇഷ്ടംപോലെ വാതിലുകൾ വേറെ നമുക്ക് വേണ്ടി തുറക്കും. ഒരുപാട് പേര് ഇന്റർവ്യൂവിലും കുറെ സ്ഥലത്തൊക്കെ വിളിച്ചിട്ട് കുറെ സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, ഇന്റർവ്യൂസിന്റെ തിരക്കായതുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ കോഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസും ഹോസ്പിറ്റൽസിലോ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒക്കെ നിങ്ങളും അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാം ബയോഡാറ്റാസ് ഉപയോഗിച്ച്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയാ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരങ്ങളും മാക്സിമം ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കുറെയൊക്കെ നമുക്ക് അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. താങ്ക് യു. ബൈ. താങ്ക് യു മാം. Thank you. Thank you, Miss. Thank you, ma'am. Okay, thank you. Thank you, ma'am.